ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഇറച്ചിക്കറികളുടെ കൂടെ കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇറച്ചിക്കറികളുടെ കൂടെ മാത്രമല്ല, മറ്റേത് കറികളുടെ കൂടെ വേണമെങ്കിലും ചേരും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയണ്ട, നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറയ്ക്കാതെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പലഹാരത്തിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ബ്രൗൺ കളർ കിട്ടാനും ഒരു പ്രത്യേക ടേസ്റ്റിനും വേണ്ടി 1 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. മണമില്ലാത്ത ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് പെട്ടെന്ന് തിളച്ച് വരാൻ വേണ്ടി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പെടുത്ത് മാറ്റാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത ശേഷം 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 2 കപ്പ് മൈദപ്പൊടിക്ക് വേണ്ടിയാണ് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ആ ഒരു കണക്കനുസരിച്ച് വേണം മൈദപ്പൊടി എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാൻ. ഇങ്ങനെ എടുത്തിട്ടുള്ള 3 കപ്പ് പൊടിക്ക് വേണ്ടിയാണ് 2 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അങ്ങനെയാണെങ്കിൽ മാവിൻ്റെ പരുവം തെറ്റിപ്പോവും. ഈ വെള്ളത്തിൽ തന്നെ മാവ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലായിരിക്കണം കിട്ടേണ്ടത്. പൊടി ഇട്ട് കൊടുക്കാൻ നേരം നമ്മളിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. എന്നിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ മാറി പരുവമൊക്കെ തെറ്റിപ്പോവും. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇത്രയും ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിത് കുഴച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. എനിക്ക് കുഴച്ചെടുക്കാൻ ഈ ഒരു പാത്രത്തിലാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ കുഴച്ചെടുക്കുന്നത് പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ, അല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ചൂടാറിപ്പോവരുത്. ഒരു പകുതി ചൂടൊക്കെ ആവുമ്പോൾ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല തണുത്തു പോയാൽ കുഴച്ചെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടാവും. അതിനേക്കാളും ഒരു ഇളം ചൂടുള്ള പരുവത്തിൽ കുഴച്ചെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. ഇപ്പോൾ ഞാനിതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കോഴിമുട്ടയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് നേരത്തെ തന്നെ പുറത്തോട്ട് വെക്കുക. അതിൻ്റെ തണുപ്പെല്ലാം പോയതിനു ശേഷം വേണം ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാൻ. ഇതിലേക്കിനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ നല്ല പോലെ കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട, വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പലഹാരം എത്ര വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് ഇത് ബോൾസ് ആക്കിയിട്ടെടുക്കണം. അതിനായിട്ട് കുറച്ച് ഓയിലൊന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിപ്പോൾ ബോൾസ് ആക്കിയിട്ടെടുക്കുന്നത്. നമ്മുടെ ഈ പലഹാരം നല്ല നൈസായിട്ടല്ല, കുറച്ച് കട്ടിയിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിപ്പമുള്ള ഒരു ബോൾസ് ആക്കിയിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ദാ ഇത് കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ എല്ലാ ബോൾസും റെഡിയാക്കിയിട്ടെടുക്കുന്നത്. ഒരു തരി പോലും കട്ട കെട്ടാതെ നല്ല പോലെ കുഴച്ചിട്ടെടുത്താലേ ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് റെഡിയായി കിട്ടുള്ളൂ. ഈ ഒരു 3 കപ്പിന് ഇതേ വലിപ്പത്തിലുള്ള 6 ബോൾസ് ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. തിളച്ച വെള്ളത്തിൽ മൈദയിട്ട് വേവിച്ചെടുത്തതുകൊണ്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും. ഇനി ഞാനിവിടെ ഇതുപോലൊരു ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ നിന്നും ഒരു ബോൾസ് എടുത്ത് ഇതുപോലെ ഒന്ന് പൊടിയിട്ട് വെച്ച് കൊടുക്കാം. നന്നായിട്ട് മൈദപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ടെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അതുപോലെ തന്നെ ഇത് ഒരുപാടിട്ട് പരത്തരുത്. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലും കട്ടിയിലും വേണം പരത്തിയെടുക്കാനായിട്ട്. നമ്മുടെ ഒറട്ടിയൊക്കെ ചുട്ടെടുക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു കട്ടിയിൽ വേണം ഇതും റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ദാ ഈ ഒരു വലിപ്പത്തിൽ ഞാനിതിനെ പരത്തിയെടുത്തിട്ടുണ്ട്.
ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിന് മുകളിലേക്ക് ഇതുപോലെ കുറച്ച് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ അടുത്തത് പരത്തിയെടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പരത്തിയെടുത്ത മാവ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനെല്ലാം പരത്തിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയോ ഓയിലോ ഏതായിരുന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പരത്തിയ മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. എന്നാലേ കറക്റ്റ് ഒരു പരുവത്തിന് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് അകം മൊത്തം നന്നായിട്ട് വെന്ത് പഞ്ഞ് പോലെ കിട്ടുള്ളൂ. നമ്മൾ മൈദപ്പൊടി മാത്രമായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നതെങ്കിൽ അതിന് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇതുപോലെ 2 കപ്പ് മൈദപ്പൊടിക്ക് 1 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്താലാണ് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയായി കിട്ടുള്ളൂ. ഈ ഒരു അളവ് വെച്ചിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇത് ഒരു പ്രത്യേക ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം കിട്ടുമ്പോഴെല്ലാം നമ്മുടെ ഓരോ വീഡിയോസും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ കുടിക്കുമല്ലോ എന്നോർത്ത് പേടിക്കൊന്നും വേണ്ട. ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. നമ്മൾ പൂരിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു എണ്ണ തന്നെ ഇതിനും ആവശ്യമുള്ളൂ. ഒരുപാട് എണ്ണ ഒന്നും കുടിക്കില്ല. അതുപോലെ തന്നെ ഇതൊന്നും നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു റെസിപ്പി അല്ലല്ലോ. നമുക്ക് കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രം പൊറോട്ടയും പൂരിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു റെസിപ്പി റെഡിയായി കിട്ടിയിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ കറക്റ്റ് ടൈം 2:17 PM ആണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.